നമ്മുടെ രാജ്യത്ത് ഇന്ന് പുതിയ ഒരു ഗവൺമെന്റ് എന്നല്ല, 10 കൊല്ലം ഭരിച്ച് 3ാം തവണയും അധികാര കസേരയിൽ കയറിയിരുന്ന ഒരു ഭരണകൂടം ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും നാണം കെട്ട അവസ്ഥയിൽ മിനിയാന്ന് കഴിഞ്ഞുപോയി. മിനിയാന്നത്തെ ദിവസം പാർലമെന്റ് ചേർന്നപ്പോൾ അവിടെ ഉണ്ടായത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, അവിടെ ഈ രാജ്യത്തിൻ്റെ ഒരു സഭയാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു സഭയാണത്. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ആ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അതുപോലെ തന്നെ ഓരോ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റ് നിയന്ത്രിക്കുന്ന പ്രത്യേകമായ പദവിയിൽ ഇരിക്കുന്ന സ്പീക്കറുണ്ട്. പക്ഷെ ആ സ്പീക്കർ പോലും ഒരു റബ്ബർ സ്റ്റാമ്പ് ആകുന്ന ഒരവസ്ഥയാണ് ഇന്നലെ കണ്ടത്. അവിടെയല്ലേ നാട് നീളെ വർഗീയത പ്രസംഗിച്ച് നടന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം ഭരണപക്ഷത്തിൻ്റെ എല്ലാ മുഷ്കും എല്ലാ അഹങ്കാരം കാണിച്ച് നടക്കുന്ന ആളുകൾ അവരെവിടെ എത്തി? രാഹുൽ ആരാണ് രാഹുൽ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ പരിഹസിച്ച് അവഹേളിച്ച് വർഗീയവാദി, തീവ്രവാദി, ഭീകരവാദി എന്നൊക്കെ അഭിസംബോധനം ചെയ്ത് പ്രധാനമന്ത്രി അങ്ങനെ അടക്കുന്ന ആ ഒരു വലിയൊരു ടീംസ് രാഹുലിനെ ഇട്ട് കശക്കുകയായി. പക്ഷെ ആരാണ് രാഹുൽ എന്ന് സത്യത്തിൽ തെളിയിച്ചു കൊടുക്കലായിരുന്നു മിനിയാന്നത്തെ പാർലമെന്റ് സഭ. ശക്തമായ രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വല്ലാത്ത രംഗം. യഥാർത്ഥത്തിൽ 10 വർഷം നമ്മൾ കടന്നുപോയത് എങ്ങനെയാണ്? പാർലമെന്റിൽ പ്രതിപക്ഷമില്ല, ഏകാധിപത്യമായ ഭരണം. തങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അടിച്ചേൽപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ച ഒരു ഭരണകൂടം, ഏകാധിപത്യ ഭരണം. അവിടെ നിന്നാണ് ഇപ്പോഴും ഏകാധിപത്യ ഭരണം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊളിച്ചടക്കിയത്. സത്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ നാണം കെട്ട ഒരു പാർലമെന്റ്, നാണം കെട്ട ഒരു രംഗം. ലോകമതറിഞ്ഞു. 1 മണിക്കൂറും 14 മിനിറ്റും നീണ്ടുനിന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം. സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹിതമായ ഇന്ത്യ എന്ന് പറയുന്ന ഹാർസ്വ ഭാരത സുന്ദര സംസ്കാരമുള്ള നമ്മുടെ മഹാഭാരതം, നമ്മുടെ ഇന്ത്യ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഈ ഇന്ത്യ മഹാരാജ്യം യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റേതല്ല, മുസൽമാൻ്റേതല്ല, ക്രൈസ്തവൻ്റേതല്ല, പാർസിയുടേതല്ല, ബുദ്ധൻ്റേതല്ല, ജൈനൻ്റേതല്ല. ഇന്ത്യ എല്ലാവരുടേതുമാണ്. ഇന്ത്യ ഹിന്ദുവിൻ്റേതാണ്, മുസൽമാൻ്റേതാണ്, ക്രൈസ്തവൻ്റേതാണ്, എല്ലാവരും നേടിയെടുത്ത മണ്ണാണ്. ഇത് സത്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏകാധിപതികളുടെ മൂക്കിന് താഴെ നിന്ന് വിരൽ ചൂണ്ടി അതിൻ്റെ ആ ധൈര്യത്തോടുകൂടെ ആ പവറോടുകൂടെ പറയാൻ സാധിച്ച ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് രാഹുൽ ഗാന്ധിയിലൂടെ നമ്മൾ കണ്ടത്. പലരും പറയാൻ മടിച്ച, പലരും നാണിച്ചു നിന്ന, പലരും മറന്നുപോയ അല്ലെങ്കിൽ പേടിച്ചരണ്ട് മാറി നിന്ന പല കാര്യങ്ങളും ഇദ്ദേഹം തുറന്നടിക്കുക. അതിൽ GST ഉണ്ട്, അദാനി അംബാനി കൂട്ടുകെട്ടുണ്ട്, അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മണിപ്പൂർ കലാപമുണ്ട്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും മുമ്പും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് രാജ്യം ഉടനീളം കത്തിക്കാൻ വേണ്ടി വർഗീയ വിഷം തുപ്പിയ പ്രധാനമന്ത്രിയെ കണക്കിന് വിമർശിക്കുന്നുണ്ട്. അതേപോലെ മണിപ്പൂർ ഇന്ത്യയിലല്ലേ എന്ന് പോലും ചോദിച്ച് പ്രധാനമന്ത്രിയെ ട്രോളുന്നുണ്ട്. മണിപ്പൂരിൽ എത്രമാത്രം കലാപം, ഒരക്ഷരം ഒരു വാക്കുപോലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉച്ചരിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പോയി നോക്കിയിട്ടില്ല. കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി അത് പിടികൂടി.
അത് സ്പീക്കറുടെയും അതുപോലെ ഈ പറയുന്ന ഭരണപക്ഷത്തിൻ്റെ എല്ലാ ആളുകളുടെയും മുഖത്തേക്ക് ഒരടിയേറ്റ പോലെ, തലക്കടിയേറ്റതുപോലെ സ്തംഭിതരായി. പാർലമെന്റ് ആകമാനം സ്തംഭിതരായി. ഇദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാനില്ലാതെ, ഉത്തരം കിട്ടാതെ പരിഭ്രമിച്ചുപോയി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ. പലതവണ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കൃത്യമായ മറുപടി, അതിന് മറുപടിയില്ലാതെ ഭരണപക്ഷം അവർ പ്രയാസപ്പെടുന്ന, അവരുടെ മുഖഭാവന പോലും മാറുന്ന അവസ്ഥ കൃത്യമായിരുന്നു. ഭരണപക്ഷത്ത് ഇരിക്കുന്ന ഏകഛത്രാധിപതിയായി നടന്നിരുന്ന ആളുകൾ സാക്ഷാൽ പാർലമെന്റ് അകത്ത് അവരൊന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയിൽ, എന്നിട്ട് മറുപടി പറയാൻ എന്ന നിലക്ക് പ്രധാനമന്ത്രി പോലും മറുപടി പറയാൻ രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിനിടയിൽ എഴുന്നേൽക്കേണ്ടി വന്ന ദുരവസ്ഥ. അമിത്ഷാ എണീച്ചു, പ്രധാനമന്ത്രി എഴുന്നേറ്റു, സ്പീക്കർ ഇടപെട്ടു, എന്നിട്ട് പലതും പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ റൂൾസ് പാലിക്കുന്നില്ല, റൂൾസ് എടുത്ത് കാണിച്ചു കൊടുക്കുക. യഥാർത്ഥത്തിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ രാജ്യത്ത് ഉള്ള ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഈ രാജ്യത്തെ ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് സമാധാനമാണ്. ഈ രാജ്യത്തെ മതദർശനങ്ങൾ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സമാധാനത്തെയൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഭരണപക്ഷം ഇവിടെ പ്രവർത്തിച്ചത്. 10 കൊല്ലം ഇവരയിഞ്ഞാടുകയായിരുന്നു എന്ന്. ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായിട്ടുണ്ടെങ്കിൽ, സ്വതന്ത്ര അനന്തര ഭാരതത്തിൽ ഭിവണ്ടിയിൽ, ലക്നൌവിൽ, ഗുജറാത്തിൽ, അഹമ്മദാബാദിൽ, അലഹാബാദിൽ, മീററ്റിൽ എന്ന് വേണ്ട ഡൽഹിയുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിനു താഴെ പോലും ന്യൂനപക്ഷങ്ങൾ കൂട്ടമായ അക്രമങ്ങൾക്കിരയായി. ഏതെല്ലാം വിഷയങ്ങൾ! ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപം ഗുജറാത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ കലാപമുണ്ടായി, ഉടനീളമുണ്ടായി. ആരാണ് കൊല്ലപ്പെട്ടത്? നിരപരാധികൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹം. ഈ രാജ്യത്തിൻ്റെ പ്രധാന പങ്കുവഹിച്ച, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാന പങ്കുവഹിച്ച മുസ്ലിം സമുദായം ആക്രമിക്കപ്പെട്ടു, കൊലപാതകത്തിനിരയായി. എന്തെല്ലാം സംഭവിച്ചു! സ്വത്തും അവരുടെ മാനവും കവർന്നുപോയി. എല്ലാം സംഭവിച്ചു സ്വതന്ത്രാനന്തര ഭാരതത്തിൽ. എന്തിനേറെ, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിന്നിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കലാപമുണ്ടായ. ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ കൊല്ലപ്പെട്ടത്. പ്രധാനമന്ത്രി കസേരയിലേക്ക് അവരോധിതനായത് മുതൽ ഈ 10 കൊല്ലം ആയിരക്കണക്കായ ന്യൂനപക്ഷം അറുകൊല ചെയ്യപ്പെട്ടു. എന്തിൻ്റെ പേരിൽ? ബീഫിൻ്റെ പേരിൽ. ഇപ്പോൾ നിങ്ങൾ നോക്ക്, തെരഞ്ഞെടുപ്പിന് ശേഷം ലേറ്റസ്റ്റ് ഒരു പള്ളിയിലെ ഇമാം, അദ്ദേഹം പ്രാർത്ഥന നിർവഹിച്ച് കുടുംബത്തിലെ ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി പോകുമ്പോൾ പട്ടാപ്പകലിൽ ഒരു ഓട്ടോക്ക് തൻ്റെ വാഹനം ഇടിച്ചു എന്ന പേരും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദിച്ചു എന്ന് മാത്രമേ, ഇദ്ദേഹം താടി വെച്ചിട്ടുണ്ട്, തലപ്പാവ് വെച്ചിട്ടുണ്ട്. മർദ്ദിച്ച് അവശനാക്കി. കണ്ട ആ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ആളുകൾ ഓടി വരികയാണ്. കാരണം ഇദ്ദേഹം ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് വന്നാലും വേണ്ടില്ല, അത് ശരിയാക്കി കളയാ എന്ന നിലക്ക് അദ്ദേഹത്തെ ആൾക്കൂട്ടം ചേർന്നുകൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. ആര് മറുപടി പറയും? പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആര് മറുപടി പറയും? അങ്ങനെ തുടങ്ങിയിട്ട് ബീഫ് കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ, ഓരോ രാജ്യത്തും, ബംഗാളിൽ, യുപിയിൽ, അതുപോലെ തന്നെ തെലുങ്കാനയിൽ, ഈ അടുത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത്. രാജ്യത്തെ പുതിയ അധികാര കസേരയിൽ പുതിയ ഗവൺമെൻ്റ് അല്ല, പഴയ ഗവൺമെൻറ് പുതുതായിട്ട് അധികാരത്തിലേറ്റതിനു ശേഷം എങ്ങനെയാ സംഭവിക്കാതിരിക്കുക?
തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് മുസ്ലിം സമുദായം ഇവിടെ അനധികൃതമായി ഉള്ള കുടിയേറ്റക്കാരാണ്. അവർ ഇവിടെ ജീവിക്കേണ്ടവരല്ല. അവർക്ക് കോൺഗ്രസ് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മതവികാരം ഇളക്കിവിടുന്ന വിധത്തിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് എതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ നിയമസംഹിതകൾ അതിൻ്റെ മുമ്പിൽ തയ്യാറായിട്ടില്ല, നടപടിയെടുത്തിട്ടില്ല. എന്തെല്ലാം വർഗീയ വിദ്വേഷങ്ങളാണ് ഈ പറയുന്ന ആളുകളൊക്കെ തട്ടിവിട്ടത്. പ്രധാനമന്ത്രി അംശയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തട്ടിവിട്ടത്. പക്ഷേ അവർക്കൊന്നും എതിരെ നടപടിയെടുത്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കാളികളായ ഈ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗമായ ഈ സമുദായം എന്തെല്ലാം കാര്യത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കണം. ആ ഒരു സാഹചര്യത്തെ എടുത്തു കാണിച്ചു രാഹുൽ ഗാന്ധി. കൃത്യമായി പാർലമെൻറ്റ് ഇളക്കി മറിച്ചു. യഥാർത്ഥത്തിൽ മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 10 കൊല്ലം, ആദ്യത്തെ 5 ടേമും 5 വർഷവും രണ്ടാം ടേമും കേവല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിച്ചതിൻ്റെ പേരിൽ ആരെയും കയറ്റാതെ, ആരെയും അംഗീകരിക്കാതെ, ആരെയും തീരുമാനിക്കാതെ എന്തെല്ലാം സംഭവിച്ചു. ആരെയും തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അന്ന് പാർലമെന്റിൽ ഒരു പ്രതിപക്ഷമില്ല. എന്താണോ തങ്ങൾക്ക് തോന്നുന്നത് നടപ്പിലാക്കുക. രാജ്യത്തിൻ്റെ നിയമസംഹിതകൾ അവരുടെ കയ്യിൽ, രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ അവർ. അങ്ങനെ എല്ലാ മേഖലകളിലും, കോടതിയിലും സർക്കാർ ഉദ്യോഗ തലങ്ങളിലും എല്ലാ മേഖലകളിലും അവർ പറയുന്നത്. കാരണം എല്ലാം അവരുടെ ജുഡീഷ്യറി അവരുടെ കയ്യിൽ, നിയമസംഹിതകൾ അവരുടെ കയ്യിൽ, എന്തും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. യഥാർത്ഥത്തിൽ എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടിയത്. അതിൻ്റെ പേരിൽ എല്ലാ മേഖലയെയും അവർ സ്വാധീനിച്ചു, കോടതിയെപ്പോലും സ്വാധീനിച്ചു. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലയും. യഥാർത്ഥത്തിൽ ആരാണ് ഇവർക്ക് ഈ അജണ്ട പറഞ്ഞു കൊടുത്തത്? കഴിഞ്ഞ ടേമിൽ NRCയും CAAയും അത് നടപ്പിലാക്കാൻ വേണ്ടി കുത്സിതമായ ശ്രമങ്ങൾ നടത്തി. അതുപോലെ ഗോവധ നിരോധം, ഏക സിവിൽ കോഡ്, ഇതൊക്കെ ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു. ഇവരുടെ ഭരണ പ്രകടന പത്രികയിൽ വന്ന കാര്യങ്ങളായി. അതൊക്കെ നടപ്പിലാക്കി ഒരു വിഭാഗത്തെ മുറിവേൽപ്പിക്കാം, ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കാമെന്നവർ കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു എലക്ഷൻ അത് അല്ലാഹു തആല വിശ്വാസികളുടെ പ്രാർത്ഥന സ്വീകരിച്ചു. ഒരിക്കലും മുന്നോട്ട് പോയാൽ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഭരണകൂടം, എത്രയെത്ര വിശ്വാസികൾ മനമൊരുങ്ങി ഖണ്ഡമിടറി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും ജൂൺ 4 കാണാൻ കഴിഞ്ഞത്. ആരും അതിനിറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ കനത്ത തിരിച്ചടി കൊടുത്തു. കനത്ത തിരിച്ചടി. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഞെട്ടിത്തെരിച്ച അദ്ദേഹം ഹരിയാനയിൽ, അദ്ദേഹം കന്യാകുമാരിയിൽ പോയി അവിടെ തപസ്സിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും. മാത്രമല്ല അദ്ദേഹം മത്സരിക്കേണ്ട സ്ഥലമേതാ? അയോധ്യ. പക്ഷേ അയോധ്യയിൽ മത്സരിച്ചില്ല. കാരണം എക്സിറ്റ് പോൾ റിപ്പോർട്ട് വന്നു, അവിടെ മത്സരിച്ചാൽ പരാജയപ്പെടും. അപ്പം അദ്ദേഹം നേരെ പോയി മറ്റൊരിടത്ത് മത്സരിച്ചു, അവിടുന്ന് ജയിച്ചു. വളരെ കുറഞ്ഞ, മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞ് വളരെ കുറഞ്ഞ വോട്ടിന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് തർക്കമന്ദിരം നിന്നിരുന്ന സ്ഥലം, ആ പള്ളി പൊളിച്ച് കോടതി ഉത്തരവ് എന്ന ഒരു രൂപേണ കോടതിയുടെ ഉത്തരവ് പ്രകാരം രാമക്ഷേത്രം നിർമ്മിച്ചു അയോധ്യയിൽ. ക്ഷേത്രങ്ങൾ വേണം, ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ, കനീസകൾ, ചർച്ചുകൾ ഒക്കെ പ്രാർത്ഥന, അള്ളാഹുവിനെ, ഈശ്വരനെ, ദൈവത്തെ
ആരാധിക്കുന്ന ഇടങ്ങളാണ്. ആ ക്ഷേത്രങ്ങളൊക്കെ രാജ്യത്ത് നിലനിൽക്കണം. അതേപോലെ പള്ളികൾ നിലനിൽക്കണം, ചർച്ചുകൾ നിലനിൽക്കണം. ഓരോ മതവിശ്വാസികളോട് അവരുടെ മതമനുസരിച്ച് ജീവിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അത് മറ്റൊരാളെ വേദനിപ്പിക്കാനാവരുത്. പരിശുദ്ധ ഖുർആനിൻ്റെ സിദ്ധാന്തം അതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ തത്വം വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി അവിടെ വെച്ചുകൊണ്ട് ബോധിപ്പിച്ചല്ലോ. ഓരോ മതങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം ആ പാർലമെൻറ്റിൽ അനാവരണം ചെയ്തു. എന്താണ് ഹിന്ദു മതം പഠിപ്പിക്കുന്നത്? ഹിന്ദു ധർമ്മം എന്താണ്? ക്രൈസ്തവ ധർമ്മം എന്താണ്? ഗുരുനാനാക്കിൻ്റെ ചിത്രം പോലും പാർലമെൻറ്റിൽ പ്രദർശിപ്പിച്ചു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചു. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചു. അവരൊക്കെ ആരായിരുന്നു? അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുധർമ്മം പഠിപ്പിച്ചവർ. അവർ അഹിംസ വിപ്ലവത്തിൻ്റെ നായകന്മാരായി. ഒരു അഹിംസയാണ് പഠിപ്പിച്ചത്, ഹിംസയല്ല. മഹാനായ ഗാന്ധിജി ഹിംസയെ തള്ളിപ്പറയുകയും എതിർക്കുകയും അഹിംസയെ, ഒരു മനുഷ്യനെയും ആക്രമിക്കാത്ത, കലാപമുണ്ടാക്കാത്ത, കൊലപാതകം നടത്താത്ത, മനുഷ്യനെ മനുഷ്യനായി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ മഹാനാണ് നമ്മുടെ ബാപ്പുജി. എന്നാൽ ഈ പറയുന്ന വിഷയമൊന്നും ഈ പറയുന്ന ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാറില്ല. അവർക്ക് അവരുടെ ഒരു ഹിന്ദുത്വം അത് മറ്റൊരാൾക്കുമില്ലാത്ത ഹിന്ദുത്വമാണ്. തങ്ങൾ മാത്രം മതി ഈ രാജ്യത്ത്, തങ്ങളുടെ ദർശനം മാത്രം മതി ഇവിടെ എന്ന ഏക ചിന്ത, അതാണ് യഥാർത്ഥത്തിൽ അവരെ വർഗീയവാദികളാക്കുന്നത്. ആ വർഗീയവാദം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഗോൾവാൾക്കറാണ്. അദ്ദേഹത്തിൻ്റെ വിചാരധാരയിലൂടെ കൃത്യമായി അത് ഛർദ്ദിച്ചിട്ടുണ്ട്. അത് കടമെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവരോട് ആരോടും പകയോ വിദ്വേഷമോ ഇല്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം വളരെ കൃത്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം വലാ യജ്രിമന്നക്കും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹിയ അഖ്റബു ലിത്തഖ്വ വല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ എന്നാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയം എത്ര സുന്ദരം! അതേപോലെ മറ്റൊരിടത്ത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം, അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ്. അലാ അഅദിലു, നിങ്ങൾ നീതി പ്രവർത്തിക്കണം, നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്, നിങ്ങൾ നീതിവാന്മാരാവണം, നീതി പ്രവർത്തിക്കണം, രാജ്യത്ത് നീതി നടപ്പിലാക്കണം. ഈ നീതിയെയാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അതുപോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു സൂക്തം ഓതി ആ സൂക്തം അത് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അതിശക്തമായി പ്രതിരോധം തീർത്തത്. ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത്, പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യം അവിടെ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനമാണ് കൃത്യമായിട്ട് ഇദ്ദേഹം ആ പാർലമെൻറ്റിൽ പോലും ഉന്നയിച്ച്. രാജ്യത്തിൻ്റെ ശക്തനായ, ഈ രാജ്യത്തിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരയുടെ മകൻ, നമുക്കറിയാം രാജീവ് ഗാന്ധി. ആ കുടുംബ പരമ്പരയിലുള്ള സോണിയാഗാന്ധിയുടെ പുത്രനായ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ കരുത്തനായ, ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും നല്ല കരുത്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽജി, അദ്ദേഹം പറഞ്ഞത് എന്താണ്? പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യം പാർലമെൻറ്റിൽ ഉയർത്തിപ്പിടിക്കും. ഭയപ്പെടരുത്, ദുഃഖിക്കരുത്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, അല്ലാഹുവുണ്ട്. നോക്കൂ, നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉയരുകയാണ്, സമാധാനത്തിൻ്റെ ശബ്ദമുയരുകയാണ്. വർഗീയതയും അതുപോലെ രാജ്യത്തെ മുരടിപ്പിക്കാൻ ഒരുങ്ങിയതായ ഭരണകക്ഷത്തെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുകയാണ്. അവസാനം അവിടെ സംഭവിച്ചത്
നേരത്തെ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പറഞ്ഞു, ഒരു പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് സ്പീക്കർ കാണേണ്ടത്, ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് സ്പീക്കർ കാണേണ്ടത്. സ്പീക്കറെ മുമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തി വണങ്ങി കുണുങ്ങി താഴ്മയോടുകൂടെ പ്രസന്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു, കൈപിടിക്കുന്നു. സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയെ ബഹുമാനത്തോടെ ആദരവോടെ ഭവ്യതയോടെ തലകുനിച്ച്, രാഹുൽ ഗാന്ധി ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് യാതൊരു ബഹുമാനവുമില്ലാതെ നിവർന്നു നിന്ന് രാഹുൽ ചോദ്യം ചെയ്തു, അങ്ങ് ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെന്റ് നിയന്ത്രിക്കുന്ന ആളല്ലേ, എന്തേ നിങ്ങളിൽ ഇത് കാണാതിരുന്നത്? നിങ്ങൾ ഇവിടെ വിവേചനം കാണിച്ചല്ലോ, അനീതി പ്രവർത്തിച്ചല്ലോ. അത് മുതിർന്നവരെ ഞാൻ ബഹുമാനിക്കുമെന്ന മുരടൻ ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്. മുതിർന്നവരെ ബഹുമാനിക്കും. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തലകുനിക്കുന്ന നിങ്ങൾ നീതിയാണ് പ്രവർത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ, ഈ പാർലമെന്റിനെ നിയന്ത്രിക്കേണ്ട യോഗ്യതയുള്ള ആളല്ല എന്നുപോലും കൃത്യമായി രാഹുൽ ഗാന്ധി ഈ സ്പീക്കറെ വെച്ചുകൊണ്ട് അവിടെ കൃത്യമായ മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ മജ്ലിസിൽ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരിക്കലും ഇസ്ലാം സമാധാനത്തിനെതിരല്ല, ഒരു മതദർശനങ്ങളും സമാധാനത്തിനെതിരല്ല. എല്ലാ മതദർശനങ്ങളും പഠിപ്പിക്കുന്നത് ശാന്തിയാണ്, സമാധാനം. കൗഞ്ചമിഥുന പക്ഷികളിൽ ഒന്നിനെ പിടിച്ച് വേട്ടയാടിയ വേട്ടാളനോട് വാൽമീകി മഹർഷി പറഞ്ഞത് മാനിഷാദ, അരുത് കാട്ടാള, അക്രൂര വിനോദമെന്നാണ്. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രൈസ്തവ ദർശനം. അഖിരിം ജാറക്കവലൗക്കാന കാഫിറ, നിന്റെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, അവൻ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രൈസ്തവനാവട്ടെ, പാഴ്സിയാവട്ടെ, മതമുള്ളവനാവട്ടെ, ബുദ്ധനാവട്ടെ, ജൈനനാവട്ടെ, അവൻ ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അഖിരിം ജാറക്ക, നിന്റെ അയൽവാസി ആദരിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ദർശനം. അന്യമതസ്ഥർ ആരാധിക്കുന്ന ദൈവങ്ങൾ ആരെങ്കിലും ആവട്ടെ, അത് കല്ലിൽ കൊത്തിയതാവട്ടെ, അത് പ്രതിമകളാകട്ടെ, പ്രതീകങ്ങളാകട്ടെ, അവതാരങ്ങളാകട്ടെ, വലാ തസുബ്ബുല്ലദീന, ഒരു കൂട്ടരെയും നിങ്ങൾ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്. അവരാരാധിക്കുന്ന ദൈവങ്ങളെ, അവരുടെ വിശ്വാസങ്ങൾ അവർ കൊണ്ടുപോകട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത്. ഈ സുന്ദരമായ ദർശനം കൃത്യമായി പാർലമെന്റിൽ അലയടിക്കുന്ന വലിയ ശബ്ദമായി, അതിൻ്റെ കൃത്യമായ ബോഡി ലാംഗ്വേജോടുകൂടെ, മസിൽ പവറോടുകൂടെ അതിശക്തമായ പ്രകടനം, ഗർജനം നടത്തിയ രാഹുൽ ഗാന്ധിക്ക് എത്ര അഭിനന്ദനങ്ങളും പറഞ്ഞാൽ മതിയാകും. അങ്ങനെയുള്ള ശക്തമായ, സുശക്തമായ, സുഭദ്രമായ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്, സമാധാനം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക വിശ്വാസികൾ, രാജ്യം സമാധാനത്തിലേക്ക് പോകണം. അക്രമമില്ലാത്ത, അരാജകത്വമില്ലാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇവിടെ പഠിപ്പിച്ചു തരുന്നത് സ്നേഹമാണ്. കുഞ്ഞായി മുസ്ലിയാരുടെയും മങ്ങാട്ടച്ഛൻ്റെയും കഥ പറയുന്ന മണ്ണാണിത്. ടിപ്പു സുൽത്താൻ്റെ മന്ത്രിമാരിൽ അതിപ്രധാനിയാണ് പൂർവയ്യ. ആ പൂർണ്ണയെ പോറ്റി വളർത്തിയ ടിപ്പു സുൽത്താൻ, അദ്ദേഹം ഭീകരവാദിയല്ല, ക്ഷേത്രധ്വംസകനല്ല. അദ്ദേഹം ഇവിടെ സമാധാനമാണ് പഠിപ്പിച്ചത്. പള്ളികൾ എത്ര പുനർനിർമ്മിച്ചോ അതിനേക്കാൾ കൂടുതൽ ക്ഷേത്രത്തിന് സ്ഥലം കൊടുക്കുകയും ക്ഷേത്ര നിർമ്മാണം നടത്തുകയും ചെയ്ത മഹാനാണ് ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വ്യക്തമായ പങ്ക് വഹിച്ച ഈ സമൂഹത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഒരാൾക്കും സാധ്യമല്ല. പുറങ്കാലുകൊണ്ട് ചവിട്ടിത്താഴ്ത്താൻ ഒരാൾക്കും സാധ്യമല്ല.